സ്വാഗതം സായാഹ്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ മൊണോളജി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എവിടേക്കാണ് നാം ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്ത് ആക്ഷനാണ് നാം എടുക്കേണ്ടതെന്നാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ള കാർഡാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം, എവിടേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നാം ഉടൻ പ്രവർത്തിക്കേണ്ട ആക്ഷൻ എന്താണ് എന്ന് പറയുന്ന 3 കാർഡുകളാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത് സിറ്റുവേഷനിലാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചോദിച്ചപ്പോൾ ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ എന്ന് പറയുന്നൊരു കാർഡാണ് നല്ലത്. ന്യൂ മൂൺ ഇൻ എക്വാരിയസ് എന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും എക്വാരിയസ് എന്ന് പറയുന്ന കാർഡ് വാട്ടർ, ജലം എന്ന് പറയുന്ന മൂലകമാണ് വരുന്നത്. ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജീവിതം ഒരു എന്താ പറയുക, അമാവാസി മാതിരിയാണ്, പ്രകാശമൊന്നുമില്ല. അതേസമയം ഒരു അമാവാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ദിവസം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടുത്ത ദിവസം പുതിയ ചന്ദ്രൻ വന്ന് തുടങ്ങും. അപ്പോൾ ന്യൂ മൂൺ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അതൊരു കുറേ നാളത്തെ ഇരുട്ടിന് ശേഷം ഒരു പ്രകാശത്തിലേക്ക് തുടക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സിറ്റുവേഷനിൽ ഉടൻ തന്നെ നമുക്ക് കുറച്ച് പ്രകാശം സാധ്യമാകും എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരുപാട് സന്തോഷം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് അടുത്ത ഘട്ടം എന്താണെന്ന് ചോദിച്ചപ്പോൾ എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്ന് പറയുന്ന കാർഡാണ്. ന്യൂ മൂൺ എക്ലിപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്ന കാർഡാണ്. എക്ലിപ്സ് എന്ന് പറയുന്ന ഗ്രഹണമാണ്. അപ്പോൾ ന്യൂ മൂണിൻ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടൊരു മാറ്റമാണ് നമ്മുടെ കയ്യിൽ വരുന്നത് അടുത്ത് തന്നെ. അപ്പോൾ നമുക്കത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഗ്രഹണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇരുട്ട് തന്നെയാണ്. അതായത് സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്ന ഒരു ഇതാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും പ്രകാശം വരും. അപ്പോൾ ഇപ്പോഴുള്ള ഇരുട്ട് 2 കാർഡ് ഇരുട്ടാണ്, താൽക്കാലികമാണ് എന്നാണ് പറയുന്നത്. എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊരു കാർഡ് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ കംഫർട്ട് സോണിന് അപ്പുറം പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കറക്റ്റ് മലയാള വാക്കിന് കിട്ടുന്നില്ല. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പരിധി വിട്ട് അതിൻ്റെ അപ്പുറം കടന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വല്ല പ്രൊജക്റ്റുകൾ, നമ്മൾ ഭയപ്പെടുന്ന വല്ല പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.